ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. എൻ്റെ പേര് രാജമ്മ. ഞാൻ നൂറിനാട് ആലപ്പുഴ ജില്ലയിൽ നിന്ന് വരുന്നു. ഇതെനിക്ക് ഒരു രോഗസൗഖ്യമാണ് ഞാൻ ആദ്യമായിട്ട് പറയുന്നത്. എനിക്ക് തൈറോയ്ഡ് ഉണ്ടായിരുന്നു. അതെനിക്ക് നോർമലായി ഞാൻ സാക്ഷ്യം പറഞ്ഞതായിരുന്നു. എനിക്ക് ഡിസ്കിന് തേയ്മാനമായിരുന്നു. അതും എനിക്ക് കുറവായതായിരുന്നു. പിന്നെ എനിക്ക് പെട്ടെന്ന് എൻ്റെ തൊണ്ടയ്ക്കൊരു ദശ കിളിച്ചു, ഒരു വലിയൊരു മുഴ മാതിരി അത് എനിക്ക് തൊണ്ടയ്ക്ക് അനുഭവപ്പെട്ടു. അതിനെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ദശ എൻ്റെ തൊണ്ടയ്ക്കിരിക്കുന്നത്. ആശുപത്രിക്ക് പോയാൽ ഡോക്ടറെ കണ്ടാൽ അത് അത് കട്ട് ചെയ്ത് വയോസിക്ക് അയക്കാനും അത് വലിയ ഒരു രോഗമായിട്ട് വരുമെന്ന് എനിക്ക് ഭയമുണ്ടായി. അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലെങ്ങും ഞാൻ പോയില്ല. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ ഒരു ഹോസ്പിറ്റലിലും പോകത്തില്ല. എൻ്റെ അമ്മ മാതാവിൻ്റെ ഈ ഉടമ്പടി നേർച്ച വസ്തുവിലൂടെ മാത്രമേ എനിക്ക് സൗഖ്യപ്പെടുത്തി തരണം, എൻ്റെ യേശു നാമത്തിൽ സൗഖ്യപ്പെടുത്തി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആ നേർച്ച വസ്തു കഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് ഡിസ്കിന് തേയ്മാനമുള്ളത്, അതും എനിക്കൊരു വലിയൊരു വേദന അനുഭവപ്പെട്ട് ഞാൻ ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കാണാൻ എനിക്ക് ടോക്കൺ കിട്ടി. അച്ഛനെ കണ്ട് അച്ഛൻ എൻ്റെ കൈ കുരിശ് തന്ന് എൻ്റെ നടുവിന് കുരിശ് വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്ത് ശിരസിൽ കൈ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ യേശുപ്പനെ എൻ്റെ കൈ തന്നപ്പോൾ എൻ്റെ യേശുപ്പൻ എന്നെ തൊട്ടതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. എൻ്റെ അച്ഛന് യേശുപ്പൻ്റെ കൈയായിട്ട് ഞാനത് ആ സമയത്ത് എനിക്ക് അനുഭവപ്പെട്ട് എൻ്റെ രോഗം, എൻ്റെ നടുവിൻ്റെ വേദന ആ നിമിഷം എനിക്ക് സൗഖ്യം കിട്ടിയതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. യേശുപ്പനെ എൻ്റെ കയ്യിൽ തന്നപ്പോൾ എൻ്റെ കയ്യിലിരുന്ന് യേശുപ്പൻ്റെ ജീവൻ എന്നിൽ തുടിച്ച് എനിക്ക് എൻ്റെ ശരീരം ഒരു കോരിത്തരിപ്പുണ്ടായി. അങ്ങനെ എനിക്ക് ഞാൻ അന്ന് വീട്ടിൽ ചെന്ന് പ്രഭാത പ്രാർത്ഥനയിൽ ഞാൻ ഉപ്പും തൈലവും തേനും കൂടെ എൻ്റെ കൈയുടെ വെള്ളയിൽ വെച്ചിട്ട് ഞാൻ എന്നും അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. ക്ലാസ്സിൽ വെള്ളവും കൊണ്ടരിക്കി വെക്കും. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് പ്രഭാത പ്രാർത്ഥനയിൽ ഞാൻ ഇതിങ്ങനെ തൊണ്ടയ്ക്ക് ഇത്ര ഒരു കുഴച്ച് ഞാൻ എൻ്റെ തൊണ്ടയ്ക്കോട്ട് വെച്ചു. തൊണ്ടയ്ക്ക് വെച്ചപ്പം എൻ്റെ തൊണ്ടയ്ക്കൊന്ന് അത് എൻ്റെ വായിലോട്ട് ഒരു പല്ലടന്നു വരുന്ന രീതിയിൽ അത് അടന്നു വന്നു. അത് എൻ്റെ മൊബൈലുണ്ട്, അതിപ്പോൾ ഇവിടെ കാണിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഫോട്ടോ എടുത്ത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ദശ എൻ്റെ തൊണ്ടയ്ക്ക് നടത്തി തന്ന് എനിക്ക് പിന്നെ ഇന്നേ വരെ എൻ്റെ വായിക്കകത്ത് തൊണ്ടയ്ക്ക് ആ ഒരു ബുദ്ധിമുട്ടുകൾ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതോടെ എൻ്റെ നടുവിൻ്റെ വേദനയ്ക്കും എനിക്ക് സൗഖ്യം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ അമ്മ മാതാവ് ഈശോയിലൂടെ മരിയൻ ഉടമ്പടിയിലൂടെ ഒരു ഡോക്ടറെ കാണാതെ ഒരു ഗുളിക കഴിക്കാതെ ഒരു കാര്യവും വരാതെ കൊണ്ട് എനിക്ക് ആ രോഗം സൗഖ്യപ്പെടുത്തി തന്നതിന് എൻ്റെ യേശുവപ്പായ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. രണ്ടാമത്തെ എൻ്റെ അനുഗ്രഹം, എനിക്ക് 5 വർഷമായിട്ട് ഇച്ചിരി പൈസ കിട്ടാനുള്ളത് തടസ്സപ്പെട്ട് കിടക്കുമായിരുന്നു. അവരെന്നോട് കോട്ടയത്ത് എൻ്റെ ഓഫീസ് അവിടെ പോകാൻ പറഞ്ഞ് 5 വർഷം കഴിഞ്ഞ് തിരികെ കിട്ടത്തുള്ളെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ അമ്മയുടെ നേർച്ച വസ്തു ബാങ്കിൽ കൊണ്ടുവന്നു. ഞാൻ അവരുടെ കമ്പ്യൂട്ടറിൻ്റെ അടുക്കെ ശകലം ഉപ്പിട്ട് കമ്പ്യൂട്ടർ ഇച്ചിരി കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മ മാതാവേ എന്നെ എങ്ങും വിടല്ലേ, എനിക്കെങ്ങും പോകാൻ വയ്യ, എനിക്ക് അറിയത്തില്ല. എൻ്റെ അക്കൗണ്ടിൽ എൻ്റെ അമ്മ മാതാവ് ഈ സമയം ഈ സ്പോട്ടിൽ എന്നെ ആ അക്കൗണ്ടിൽ പൈസ ആക്കി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കൊച്ചെൻ്റെ കയ്യിൽ നിന്ന് ചേച്ചി അവിടെ ഒരു 5 മിനിറ്റ് ഇരിക്കും, ബുക്കിങ് തന്നെ ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു. ബുക്ക് കൊണ്ടുപോയി നോക്കിയിട്ട് വന്നപ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി മുറുക്ക പിടിച്ച് കാശ് രൂപയെ മുറുക്ക പിടിച്ചുകൊണ്ടിരുന്നു. അപ്പം എനിക്ക് കാശ് രൂപത്തിൽ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എൻ്റെ അരികിലുണ്ടെങ്കിൽ എന്നെ ഒന്ന് കാണിച്ച് തരണേന്ന് പറഞ്ഞു. അപ്പം എൻ്റെ കാശ് രൂപം ഒരു ജീവനായിട്ട് എൻ്റെ കയ്യിലിരുന്ന് തുടിച്ച്. അപ്പം എനിക്ക് ഉറപ്പായി എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ അക്കൗണ്ടിൽ ഇപ്പം തന്നെ ഈ പൈസ എത്തിച്ച് തരുമെന്ന്. ബുക്ക് കൊണ്ട് തന്നിട്ട് ആ കൊച്ചെന്നോട് പറയുക, ആൻറ്റി എന്തൊരു അത്ഭുതം, ചേച്ചിയുടെ അക്കൗണ്ടിൽ ആ പൈസ എത്തിയിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ എൻ്റെ അമ്മയ്ക്ക് 1000 നന്ദി അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ അമ്മ എന്നെ എങ്ങും വിട്ടില്ലല്ലോ, എൻ്റെ അമ്മ ഈ സ്പോട്ടിൽ തന്നെ എൻ്റെ അക്കൗണ്ടിൽ ആ പൈസ എത്തിത്തന്ന് 25-ാം തീയതിക്ക് മുമ്പ് എത്തിച്ച് തരണമെന്ന് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നായിരുന്നു. ആ 25-ന് മുമ്പ് എൻ്റെ അമ്മ അത് എൻ്റെ അക്കൗണ്ടിൽ എത്തിച്ച് തന്ന് അതിലൊരു വീതം ഞാൻ എൻ്റെ അമ്മയ്ക്കൂടെ കൊടുക്കുവാന്ന് ഞാൻ നേർന്നതാണ്. ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ അതിനെൻ്റെ അമ്മയ്ക്ക് കോടാനുകോടി നന്ദി എൻ്റെ ഈശോപ്പായ്ക്കും. പിന്നെ എൻ്റെ മൂന്നാമത്തെ നിയോഗം എന്ന് പറയുന്നത്, എനിക്കൊരു വണ്ടി അപകടം ഉണ്ടായിരുന്നു. ഒരു സഹോദരൻ എന്നെ മിണ്ടാതിരിക്കുമായിരുന്നു. എൻ്റെ മകൻ്റെ കല്യാണം 2025 1-ലായിരുന്നു. അപ്പോൾ അന്ന് കൊറോണ ആയതുകൊണ്ട്
എല്ലാവരെയും ക്ഷണിക്കാൻ പറ്റിയില്ല. ആകെ ഞങ്ങൾ 50 പേരെയായിരുന്നു ക്ഷണിച്ചത്. എൻ്റെ മോൻ ദുബായിലായിരുന്നു, അവിടെ വന്നിന്ന് വാറൻറ്റി കഴിഞ്ഞിട്ട് 10 ദിവസം കൊണ്ടായിരുന്നു കല്യാണം. എൻ്റെ സഹോദരൻ അങ്കമാലിയിലായിരുന്നു. അപ്പോൾ അവിടെ പോയി വിളിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും ഡ്രസ്സ് എടുത്തായിരുന്നു. ആ ഡ്രസ്സ് എൻ്റെ ഭവനത്തിൽ ഇരിക്കുക. എൻ്റെ ആങ്ങളെ അവിടെ ചെന്ന് കല്യാണം വിളിക്കാത്തതുകൊണ്ട് എൻ്റെ ആങ്ങളെ കല്യാണത്തിന് പങ്കെടുത്തില്ല. അതെനിക്ക് വലിയൊരു സങ്കടമായിരുന്നു. അവർ വന്നതുമില്ല. ആ ഡ്രസ്സ് എൻ്റെ മലമാരിയിലാണ് 5 വർഷം കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഈ ഡിസംബർ 25-ന് മുമ്പായിട്ട് എൻ്റെ യേശോപ്പൻ്റെ ഒരു ബർത്ത്ഡേ കിറ്റായിട്ട് എനിക്കൊരു അനുഗ്രഹം തരണേന്ന് ഞാൻ ഡേറ്റ് ഇട്ട് എഴുതി വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഡിസംബർ 25-ാം തീയതി എൻ്റെ അലമാരിയിൽ നിന്ന് ആ ഡ്രസ്സ് എടുത്തും കൊണ്ട് ഞാൻ എൻ്റെ സഹോദരനെ കാണാൻ പോയി. അപ്പം ഞാൻ രാവിലെ വിളിച്ച്, അങ്കമാലിയിലാണോ ശൂരനാട്ട് വന്നിട്ടുണ്ടോ എന്നറിയാം. എൻ്റെ വീട് ശൂരനാടാ. അപ്പം എൻ്റെ സഹോദരൻ ഫോൺ എടുത്ത് എന്നെ അറിയാതെ ആയിരുന്നു സംസാരിക്കുന്നത്. ആരാന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്ന് ഓർമ്മിച്ച് നോക്കേ, എവിടെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ എന്ന് എൻ്റെ സഹോദരനോട് ഞാൻ ചോദിച്ചു. കാരണം 5 വർഷമായി ഞങ്ങൾ മിണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം എൻ്റെ ആങ്ങളയ്ക്ക് എൻ്റെ സ്വരം മനസ്സിലായി. ആഹാ, നീ ആയിരുന്നോന്ന്. അപ്പം ഞാൻ ചോദിച്ചു, അണ്ണൻ അവിടെ ഉണ്ടോ? അപ്പം പറഞ്ഞു, ആ ഉണ്ട്, ഞാൻ ഇന്നലെ രാത്രി വന്നെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരുവാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ 25-ാം തീയതി എൻ്റെ യേശോപ്പൻ്റെ ഒരു കിറ്റായിട്ട് തന്ന് എൻ്റെ സഹോദരന് ഞാൻ ആ ഡ്രസ്സ് കൊണ്ട് കൊടുക്കാൻ എന്നെ എൻ്റെ അമ്മ മാതാവ് ഈശോയും കൂടെ ഒരു കിറ്റ് തന്ന് എന്നെ അനുഗ്രഹിച്ചതിന് ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ അലമാരിയിൽ നിന്ന് അത് എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം. എൻ്റെ ആങ്ങളെയായിട്ട് ഞാൻ സഹകരിച്ചപ്പോഴാണ്. പിന്നെ എൻ്റെ 4-മത്തെ ഒരു സാക്ഷ്യം, എനിക്കൊരു ഭയങ്കര അപകടമുണ്ടായി, വണ്ടി ആക്സിഡൻറ്റ്. ഞാൻ ഈ പഞ്ചായത്തോട്ടിന് ഞാൻ വോട്ട് ചെയ്യാൻ സ്കൂളിലായിരുന്നു. അവിടെ ചെന്നപ്പോൾ 2 വീലറിലായിരുന്നു പോയത്. 2 വീലർ ഒരു പൊരി പോലും ഓടിക്കരുതെന്ന് എന്നോട് എല്ലാ ഡോക്ടർമാരും പറഞ്ഞു. പക്ഷേ ഈ ഉടമ്പടിയുടെ ബലത്തിലാണ് ഞാൻ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം ഞാൻ അവിടെ ചെന്ന് വോട്ട് ചെയ്തേച്ച് വന്ന് സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ഞാൻ പാർക്ക് ചെയ്തെടുത്ത് വെച്ചിരുന്നത്. അവിടുന്ന് വണ്ടി എടുത്ത് ഞാൻ ഷാർട്ടാക്കി. വണ്ടി ഷാർട്ടാക്കുമ്പം ഷാർട്ടാവുന്നില്ല. അപ്പം ഞാൻ പിന്നെ ഇത്തിരി നേരം കൂടെ അവിടെയൊക്കെ നിന്ന് അതൊന്ന് നോക്കി. എന്നിട്ടും എനിക്ക് പക്ഷെ ഉടമ്പടി തൈലം ഇരുന്ന് എൻ്റെ കയ്യിലിരുന്ന് അതൊന്ന് പുരട്ടാൻ എനിക്കൊരു സമയം കിട്ടിയില്ല. ഞാൻ വണ്ടി എടുത്തു. വണ്ടി എൻ്റെ കയ്യിൽ നിന്ന് ബ്രേക്ക് കിട്ടുന്നില്ല, എൻ്റെ കൈ നിൽക്കുന്നില്ല. അപ്പം ഗേറ്റിൻ്റെ ഒരു ഭാഗം കുറ്റിയിട്ടിരിക്കുന്നു, ഒരു ഭാഗം ഓപ്പണായിരുന്നു. അപ്പം ഞാൻ വണ്ടി എൻ്റെ കൈ നിയന്ത്രണം കിട്ടാതെ മെയിൻ റോഡിലോട്ട് ഇറങ്ങാനങ്ങ് വണ്ടി പോവുക. അപ്പം പെട്ടെന്ന് എനിക്കൊരു സ്വരം വരിക, എൻ്റെ അമ്മേന്ന് ഞാൻ ഒന്ന് നിലവിളിച്ച് കാശിരുവത്തെ മുറുക്ക പിടിച്ചുകൊണ്ട്, എൻ്റെ അമ്മ മാതാവേ ഒന്ന് ഓടി വരണേ സഞ്ചാരി മാതാവേന്ന്. എൻ്റെ അമ്മ മാതാവ് ആ സ്പോട്ടിൽ ഓടി വന്ന് എന്നോട് പറയാം, നീ വലത്തോട്ട് തിരിക്ക്, ആ ഗേറ്റെ കൊണ്ടുവന്ന് ഇടിക്കൂ. ഞാൻ എങ്ങനെയോന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആ ഗേറ്റെ കൊണ്ടുവന്ന് വണ്ടി ഇടിച്ചു. എനിക്കൊരു പോറൽ പോലും വരാതെ എൻ്റെ ഹെൽമെറ്റ് തലയിലുണ്ട്, ഞാൻ വണ്ടിയിലിരിപ്പുണ്ട്. പക്ഷേ അമട്ട് പൊട്ടുന്നോണം ഒരു സൗണ്ട് കേട്ട് ജനങ്ങൾ, റോഡിൽ നിന്നവരും സ്കൂളിൽ നിന്നവരും വോട്ട് ചെയ്യാൻ വന്നവരും സകലമാന പേരും പോലീസുകാരുൾപ്പെടെ എൻ്റെ അരികിൽ വന്നു. അപ്പം ഞാൻ വണ്ടിയെ തന്നെ ഇരിപ്പുണ്ട്. എൻ്റെ അമ്മ മാതാവാണ് അവിടെ വന്ന് എന്നെ രക്ഷിച്ചതെന്ന് ഞാൻ 100-150% ഞാൻ ഉറച്ചു വിശ്വസിച്ചും കൊണ്ടും എന്നെ ആ അപകടത്തിൽ നിന്ന് രക്ഷിച്ചു തന്ന എൻ്റെ അമ്മ മാതാവിന്, എൻ്റെ യേശോപ്പായ്ക്ക് ഞാൻ കോടാനുകോടി നന്ദി പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, സാക്ഷ്യപ്പെടുത്തുന്നു. പിന്നെ എനിക്ക് സഞ്ചാരി മാതാവ് സുഗന്ധാഭിഷേകം തരുമായിരുന്നു. ഇന്ന് ഞാൻ ഈ ആൾത്താരെ വന്ന ഫ്രണ്ടിൽ വന്നപ്പോൾ അവിടെ എങ്ങും മുല്ലപ്പൂവില്ല. എനിക്ക് ഭയങ്കര മുല്ലപ്പൂ, എന്നെ അങ്ങ് പൊതിയും ആ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം കൊണ്ട്. അപ്പോഴേ എൻ്റെ അമ്മ പറഞ്ഞ് എനിക്ക് പൊതിയും, എൻ്റെ അമ്മ എൻ്റെ കൂടുണ്ട്, ഞാൻ എവിടെ പോയാലും. ഇതെൻ്റെ അമ്മയുടെ ജീവനുള്ള കാശുരൂപമാണ്. നിങ്ങളാരും ഈ കാശുരൂപം എവിടെയും മാറ്റി വെക്കരുത്. അച്ഛൻ പറയുന്ന സത്യമാണ്, നിങ്ങൾ കാശുരൂപം ഒളിച്ചു വെക്കരുത്. നിങ്ങളുടെ ശരീരത്തിൽ നമ്മൾ എവിടെ എന്തിന് പോയാലും മുറുക്ക പിടിച്ചും കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു. അമ്മയെ മുറുക്ക പിടിച്ചാൽ അമ്മ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സംരക്ഷിക്കും. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഈ കാശുരൂപത്തെ മുറുക്ക പിടിച്ചാൽ അമ്മ നമ്മളെ രക്ഷിക്കും. കൂടെയുണ്ട്, ജീവനാണ് ഇത് അമ്മയുടെ. അമ്മ ജീവനോടെ ഈ
നിൽക്കുന്ന അമ്മയുടെ ജീവനാണ് ഈ കാശ് രൂപം. ഇതെല്ലാവരും അവരവരുടെ കൈകളിൽ എവിടെ പോയാലും എടുത്തും കൊണ്ടിറങ്ങി സുരക്ഷിതമായി ചേർത്ത് പിടിക്കുക. അമ്മ നമ്മുടെ കൂടെ ഉണ്ട്, നമ്മളെ കൈവിടത്തില്ല. അങ്ങനെ അമ്മയുടെ സുഗന്ധം എനിക്ക് കിട്ടി. അമ്മയുടെ കാശ് രൂപ എൻ്റെ കയ്യിലിരുന്ന് തുടിച്ച് മഴവില്ല് കാണിച്ചു തരും. എൻ്റെ മെഴുകുതിരിയിൽ അമ്മയുടെ തിരുഹൃദയം എനിക്ക് കാണിച്ചു തന്നു. എൻ്റെ ഫോണിലുണ്ട്, ഇപ്പം കാണിക്കാൻ പറ്റുന്നില്ല. ഞാനത് ദാണ്ട ഈ ബോട്ടിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മയുടെ തിരുഹൃദയമാണ് ഈ ബോട്ടിലുള്ളത്. ഞാനത് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അമ്മയുടെ ഗ്രേ കളറില്ല എനിക്ക് മെഴുകുതിരിയിൽ അമ്മയും കുഞ്ഞും ഈശോപ്പായും കൂടെ നിൽക്കുന്ന ഫോട്ടോ ഉണ്ട്. അത് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മഴവില്ല് കാണിച്ചു തന്ന് കാശ് രൂപം ഇതേ രീതിയിലാണ് നമ്മുടെ കാശ് രൂപം എനിക്ക് മെഴുകുതിരി കാണിച്ചു തന്ന്. പിന്നെ എനിക്ക് അങ്ങനെ പല യേശപ്പൻ കുരിശിൽ എങ്ങനെ ഈ തൂങ്ങി നിൽക്കുന്നേ അതേ രീതിയിൽ എൻ്റെ തിരിക്കകത്ത് എനിക്ക് കാണിച്ചു തന്നു. എൻ്റെ മൊബൈലിൽ ഇതെല്ലാം എൻ്റെ മൊബൈലിലുണ്ട്. ഞാനിവിടെ കൊണ്ടുവന്ന് സിസ്റ്ററിനെ കാണിച്ചാണ്. അമ്മയുടെ എല്ലാ രൂപങ്ങളും എനിക്ക് കാണിച്ചു തരും. ഒരൊറ്റ ദിവസം പോലും ഇല്ലാതെ എനിക്ക് റോസാപ്പൂ കാണിച്ചു തരും. ജപമാല എനിക്ക് എൻ്റെ തിരിക്കകത്ത് കാണിച്ച് വളഞ്ഞിങ്ങനെ ഓരോ മുത്തായിട്ട് വളഞ്ഞിരിക്കുന്നത് എനിക്ക് ജപമാലയെ കാണിച്ചു തന്ന്. എൻ്റെ ഈ ജപമാലയും കാശ് രൂപം കൂടെ നഷ്ടപ്പെട്ടു പോയതായിരുന്നു. കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഞാൻ ഓടി ഇഞ്ഞ് പോകുന്ന ട്രെയിന് കയറി എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു. രാത്രി വന്ന് എനിക്ക് സ്വപ്നത്തിൽ വന്ന് പറയും, നിനക്ക് ഞാൻ തരാൻ ജപമാല കാശ് രൂപം. ഞാൻ ഇവിടെ വന്നിരുന്ന് വലിയ വയലിൽ നിലവിളിച്ചു കൂടി ഇരുന്ന് കരഞ്ഞു, അമ്മേ ഞാൻ കാശ് രൂപം കൊണ്ടേ ഞാൻ പോകത്തുള്ളെന്ന്. അങ്ങനെ എനിക്ക് കാശ് രൂപവും ജപമാലയും ഈ അൾത്താരയിൽ നിന്ന് ഞാൻ അതും കൊണ്ടാണ് ഇവിടുന്ന് പോയത്. ആ ജപമാലയും കാശ് രൂപമാണ് ഇപ്പം എൻ്റെ കയ്യിൽ ഞാൻ നിലനിർത്തുന്നത്. ഞാൻ സ്വർണത്തിൻ്റെ കൊളുത്ത് പണിഞ്ഞ് കീ ചെയിനാക്കിയിട്ടേക്കുവാണ്. 3 മാസം ഇരിക്കലേ ഞാൻ മാല മാറും. അപ്പം ഞാൻ ആ കാശ് രൂപം എടുത്ത് അതിലിടും. അങ്ങനെ ഞാൻ ഭദ്രമായിട്ടാണ് ഇപ്പം എൻ്റെ കാശ് രൂപവും ജപമാലയും കൂടെ കൊണ്ടു നടക്കുന്നത്. അങ്ങനെ കുഞ്ഞാടിനെ ഞാൻ സ്വപ്നം കണ്ട് എന്നെ കാണിച്ച് യേശപ്പൻ ആടിനെ തീറ്റിക്കൊണ്ട് വരുന്നു. അപ്പം അതിനകത്തൊരു ഒരു നല്ല സ്വർണ്ണ പുള്ളിയുള്ള ഒരു കുഞ്ഞാട്, അതിനെ അങ്ങ് എല്ലാവരും കാണാൻ ഓടി വരുക. അപ്പം ഞാൻ ഓടിച്ചെന്ന് അതിനെ കാണുവാണെന്ന് ഞാൻ സ്വപ്നം കണ്ട്. യേശപ്പന കുരിശിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നു, എൻ്റെ അച്ഛനായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം ഞാൻ ഓടിച്ചെന്ന് യേശപ്പനെ ചെന്ന് താലോടുക, പോട്ടെ പോട്ടെ സാരമില്ല എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ എനിക്ക് ഞാൻ യേശപ്പനെ സ്വപ്നം കണ്ട്. പിന്നെ ഞാൻ ഡിസംബർ 7-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പം എൻ്റെ അമ്മ മാതാവിനെ എനിക്ക് കിട്ടി. എന്തെങ്കിലും എനിക്കൊരു അമ്മയെ വഹിച്ചുകൊണ്ട് വരാൻ കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അന്ന് തന്നെ എൻ്റെ അമ്മ മാതാവിനെ കിട്ടിയത്. എൻ്റെ തോളേ കൂടെ അമ്മ താലോടിപ്പോയി മേളിലിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴാണ്. പിന്നെ അഖണ്ഡ ജപമാലയുടെ റാലിയിൽ ഞങ്ങൾ പങ്കെടുത്ത് എല്ലാവരും ഗ്രൂപ്പോട് ഇവിടെ വന്നിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ്. അഖണ്ഡ ജപമാല ഗ്രൂപ്പുണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും പല 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 അനുഗ്രഹങ്ങൾ എല്ലാം അമ്മ എനിക്ക് തന്നെ ഇത്രത്തോളം എന്നെ നിലനിർത്തി തരുന്ന എൻ്റെ അമ്മ മാതാവിൻ്റെ ഒരൊറ്റ അനുഗ്രഹം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് എനിക്ക് പൂർണ്ണ ബോധ്യമാണ്. എല്ലാവരോടും ഞാൻ പറയും, നിങ്ങൾ ഉടമ്പടി എടുത്തവർ അമ്മ അനുഗ്രഹം തന്നില്ലെന്നും പറഞ്ഞ് നിങ്ങൾ ഉഴപ്പരുത്. അമ്മ തരും. നമുക്ക് ഇച്ചിരി താമസം, അമ്മയ്ക്ക് സമയമാകുമ്പോൾ അമ്മ നമുക്ക് തരും, ഉറപ്പാണ്. നിങ്ങൾ ഉടമ്പടി വിട്ടുകളയരുതെന്ന് ഞാൻ എല്ലാ മക്കളോടും പറയുന്നുണ്ട്. ഒരുപാട് പേരെ ഞാനിവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ച് അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും തരുന്ന അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാന കൂടി പ്രേക്ഷപ്രവർത്തനം. ഞാനൊരു ജോലിക്കൊന്നും പോകുന്നില്ല, എങ്കിലും എൻ്റെ അമ്മ മാതാവ് എൻ്റെ അക്കൗണ്ടിൽ എനിക്ക് എത്തിച്ച് തരുന്നുണ്ട്. UK ഒരു മകൾ എനിക്ക് എല്ലാ മാസവും 2-3 മാസം ഇരിക്കലും എനിക്ക് 10,000 രൂപ ഇട്ട് തരും. ചേച്ചി നാട്ടിൽ കാരുണ്യ പ്രവർത്തനം ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ 3 അനാഥ മന്ദിരത്തിൽ ഞാൻ പോയി. ഈ പ്രാവശ്യം ക്രിസ്തുമസിന് എൻ്റെ യേശപ്പന് വേണ്ടി ഞാൻ കേക്കുകൾ മാർബിൾ കേക്ക് മേടിച്ച് പേസ്പോർട്ട് കവറിനകത്തിലാക്കി ഞാൻ എല്ലാ അനാഥ മന്ദിരത്തിലും 100 പേരുള്ളിടത്ത് 30 പേരുള്ളിടത്ത് 55 പേരുള്ളിടത്ത് മൊത്തം പേർക്ക് ഞാൻ കേക്ക് കൊണ്ടുവന്ന് കൊടുത്തു. പിന്നെ അതുപോലെ ഓണത്തിന് 100 പേരുള്ളിടത്ത് ഞങ്ങൾ ഡ്രസ്സ് കൊണ്ട് കൊടുത്ത് അവരെ എല്ലാം ഓണക്കോടി ഉടുപ്പിച്ച്. പിന്നെ എല്ലാ മാസവും ഞങ്ങൾ അവർക്ക് 4 മണിക്കത്തെ പലഹാരമായിട്ടും സോപ്പ് പൊടിയും സോപ്പ് പൗഡർ എന്ന് വേണ്ട ഇവിടുന്ന് ജപമാല മേടിച്ചു കൊണ്ട് കൊടുക്കും, കാശിരൂപം മേടിച്ചു കൊണ്ട് കൊടുക്കും, ഉപ്പ് മേടിച്ചു കൊണ്ട് കൊടുക്കും. എല്ലാം ചെയ്ത് ഞങ്ങൾ അവരെ വേണ്ട
വേണ്ട രീതിയിൽ ഞങ്ങൾ അവരെ സംരക്ഷിക്കുന്നു. പിന്നെ ഇപ്പം കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പോയി ഒരു വൃദ്ധസദനത്തിൽ അമ്മമാരെ മൊത്തം ഞങ്ങൾ കുളിപ്പിച്ച് ആ ഒരു ദിവസത്തെ അവരുടെ ആ ഇട്ടിരുന്ന തുണി ഒഴിച്ച് ബാക്കി ഉള്ള തുണി മൊത്തം ഞങ്ങൾ കഴുകി വൃത്തിയാക്കി ഞങ്ങൾ വിരിച്ചു കൊടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണവും കഴിച്ച് 8 മണിക്ക് ഞങ്ങൾ വൃദ്ധസദനത്തിൽ ചെന്ന് പിന്നെ പഠനലോ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിൽ അങ്ങനെ ഞങ്ങൾ അത്രയെല്ലാം ഞങ്ങൾക്ക് ചെയ്യാൻ ഈ ഞങ്ങളെ സഹായിച്ച അമ്മയ്ക്ക് കോടാനോ കോടി നന്ദി. പിന്നെ ഞാൻ പത്രം കൊടുക്കുന്നത് എല്ലാ ആഴ്ചയിലും ഞാൻ ഇവിടെ വരും. എന്തെങ്കിലും ഒരു എൻ്റെ അത്യാവശ്യം ഉണ്ടെങ്കിലേ ഉള്ളൂ ഞാൻ വരാത്തത്. ഇപ്പം എൻ്റെ മോൻ ഈ 25-ാം തീയതി ഒരു വിദേശ ജോലി കിട്ടി. എൻ്റെ മോൻ പോയി. അതും ഞാൻ പ്രാർത്ഥിച്ച് 4 വർഷം കൊണ്ട് ജോലിയില്ലാതിരുന്നതാണ് എൻ്റെ മക്കൾക്ക് രണ്ടിനും വിദേശ ജോലി വന്നു. യൂറോപ്യൻ സ്ഥലത്താണ് എൻ്റെ മോനെ. ഗ്രീസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ മോൻ ഈ 25-ാം തീയതി കയറിപ്പോയിരിക്കുവാണ് 5 മക്കളോടെ. ഞാൻ ഓടി ഇവിടെ വന്ന് പത്രം എടുത്ത് കാശ് രൂപ മേടിച്ച് ഉപ്പും മേടിച്ച് ഉടമ്പടി തൈലോ എൻ്റെ മോന് ഇവിടുത്തെ പുച്ഛിച്ച് പറയുന്നതായിരുന്നു. അമ്മയൊന്ന് പോയ അമ്മയുടെ ഒരു കൃപാസനമെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ ആ മകനെ ഞാൻ നേരെ കൊണ്ടുവന്ന് എൻ്റെ അമ്മ മാതാവ് നേരെ കൊണ്ടുവന്ന് ഞാൻ കായംകുളത്ത് എൻ്റെ മകനോ എല്ലാവരും കൂടെ കായംകുളത്ത് വന്നപ്പോഴത്തെ ഞാൻ ഇവിടുന്ന് ഓടി കായംകുളത്ത് ചെന്ന് ഞാൻ ഈ നേർച്ച വസ്തു ഞാൻ പത്രവും സാധനങ്ങളും കൊണ്ടുവച്ച് എൻ്റെ മോൻ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പത്രം എടുത്ത് അവൻ്റെ ബാഗിൽ ഭദ്രമാക്കി വെച്ച് ഒരു പത്രം ഇങ്ങ് താന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ ഞാൻ ഉടമ്പടി തൈലം 5 മക്കൾക്കും കാശുരവും കൊടുത്തു വിട്ടു. അങ്ങനെ ആ ഗ്രീസ് സ്ഥലത്ത് വരെ എൻ്റെ അമ്മയുടെ പത്രം എനിക്ക് എത്തിക്കാൻ കഴിഞ്ഞ്. ഞാൻ ആലുവായി വരെ ട്രെയിൻ കയറി ഞാൻ പത്രം കൊണ്ട് കൊടുത്തു. 5 ജില്ലകളിൽ ഞാൻ പത്രം കൊടുത്തിട്ടുണ്ട്. എറണാകുളം ജില്ല, കോട്ടയം ജില്ല, പത്തനംതിട്ട ജില്ല, ആലപ്പുഴ ജില്ല, കൊല്ലം ജില്ല, ഇത്രയും ജില്ലകളിൽ ഞാൻ പത്രം കോടതികളിലും സ്കൂളുകളിലും ബസ് സ്റ്റോപ്പിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ഞാൻ പത്രം കൊടുക്കും. ഞാൻ ബീച്ച് ഏരിയയിലിരുന്നൊരു വ്യക്തിയാണ് ഇന്ന് സംസാരിക്കുന്നത്. ഒരു പൊതി ചോറ് ഞാൻ ഹോട്ടലിൽ നിന്ന് എനിക്ക് കൊണ്ടു തന്ന് കഴിച്ച വ്യക്തിയാണ്. ഇന്ന് ഞാൻ ഒരു 20 പൊതിയെങ്കിലും എൻ്റെ ഭവനത്തിൽ വെച്ച് ഞാൻ ഗവൺമെൻറ് അടൂർ ആശുപത്രിയിലും പിന്നെ വഴിയോരങ്ങളിലും കൊണ്ടു കൊടുക്കും. ഇപ്രാവശ്യം ഞാൻ ക്രിസ്തുമസിനും കേക്ക് ഞാൻ വഴിയോരങ്ങളിൽ ഇരുന്നവർക്കെല്ലാം കൊണ്ടു കൊടുത്ത്. ലോട്ടറി വെക്കുന്നവർക്ക്, പിച്ച അയക്കുന്നവർക്ക്, ഓട്ടോറിക്ഷക്കാർക്ക്. എന്താ ചേച്ചി ഇങ്ങനെ കേക്കും കൊണ്ട് വരുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഇത് ഇന്നത്തെ യേശുപ്പൻ്റെ ഒരു കിറ്റായിട്ട് നിങ്ങൾക്ക് ഞാനൊരു ക്രിസ്തുമസ് കേക്ക് തരുവാന്ന് ഞാൻ പറഞ്ഞ് അവർക്ക് കൊടുക്കും. അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് എൻ്റെ അമ്മ മാതാവ് തരുന്നു. പത്രങ്ങൾ ഞാൻ എല്ലാ കോടതികളും കൊണ്ട് കൊടുക്കുന്നത്. കോടതി കൊണ്ട് കൊടുക്കും. മാവേലിക്കര കോടതി ഞാൻ ഒരു ദിവസം വൈകുന്നേരം വരെ ഞാൻ അവിടെ നിൽക്കും. ഇറങ്ങി വരുന്നവരെ കൊടുത്തിട്ട് ഞാൻ പറയും, നിങ്ങൾ ഈ പത്രം വെച്ച് പ്രാർത്ഥിര്, നിങ്ങൾക്ക് കേസ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വിധിക്കും. ന്യായമുള്ളിടത്ത് നിങ്ങൾക്ക് ന്യായം കിട്ടും. നീതി കിട്ടേണ്ടവർക്ക് നീതി അമ്മ മേടിച്ച് കൊടുത്തിരിക്കും, ഉറപ്പാണ്. അങ്ങനെ ഞാൻ പത്രം അടൂർ ആശുപത്രിയിൽ, അടൂർ കോടതിയിലും മാവേലിക്കര കോടതിയിലും ഞാൻ പത്രം കൊണ്ട് കൊടുക്കും. അടൂർ കോടതിയിൽ ഞാനൊരു പത്രം കൊണ്ട് കൊടുത്തു. ഒരു മോള് നിന്ന് കരയുമായിരുന്നു. ആ പയ്യൻ്റെ കൂടെ ഇറങ്ങി വന്നതാണ്. അപ്പം അതിൻ്റെ ഭർത്താവിനെ ഇറക്കിക്കൊണ്ട് വരാൻ ആരും ജാമ്യം നിൽക്കാനില്ല. അപ്പം അത് അവിടെ നിന്ന് കരയും. ഞാൻ ചോദിച്ചു, എന്താ മക്കളെ കരയുന്നത്? ചേച്ചി, എൻ്റെ ഭർത്താവ് പിന്നെ കൊട്ടാരക്കര ജയിലിൽ കിടക്കും, 34 ദിവസമായി, ആരും ജാമ്യം നിൽക്കാനില്ല, ഒന്ന് ഇറക്കിക്കൊണ്ട് തരാൻ ആരുമില്ലെന്ന്. ഞാൻ പറഞ്ഞു, ഞാനൊരു കൃപാസന അമ്മയെ തരാം, നിങ്ങൾ മക്കൾ ഈ പത്രം വെച്ച് പ്രാർത്ഥിക്കരുത്. അമ്മയുടെ ഒരു കാശുരൂപം ഞാൻ തരാം, അമ്മയുടെ ജീവൻ അതിലുണ്ട്, അത് വെച്ച് മക്കൾ പ്രാർത്ഥിക്കരുത്. തിരി മേടിച്ച് വെച്ച് നിൻ്റെ കൂടെ അമ്മ വന്ന് നിൻ്റെ ഭർത്താവിനെ ഇറക്കി തരും, ആരും വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. ആ മക്കൾ ആ മെയ് 1-ാം തീയതി അവധിയായിട്ട് 24-ലാണ്. അപ്പോൾ ആ മകൾ ബസ് കയറി കൊട്ടാരക്കരയിൽ ചെന്ന് ആ മകൾ ബസ്സിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് നടന്നു പോയപ്പം ആ മകളുടെ മുന്നേ ഒരമ്മയും കുഞ്ഞും നടന്നു പോവുക. എൻ്റെ അമ്മ മാതാവ് ഈശോപ്പായുടെ നടന്നു ചെന്ന് അവിടെ കോടതി അവിടെ ചെന്ന് നിന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം ആ കൊച്ചിനെ വിളിച്ച് സതീശൻ്റെ വൈഫാണോ എന്ന് ചോദിച്ചു. ആണെന്ന് പറഞ്ഞ് ഒരു 5 മിനിറ്റിനകം സതീശനെ ഇറക്കിക്കൊണ്ട് വന്ന് ആ കൊച്ചിനോട് പറഞ്ഞു, എന്നാ ഇതിലൊരു ഒപ്പിടെന്ന് പറഞ്ഞ്. ഒരു സാക്ഷ്യക്കാരെ അവിടെ അമ്മ കൊണ്ട് ചെന്നില്ല. അമ്മ ചെന്ന് ആ പേപ്പറിൽ ഒപ്പിട്ട് ആ മകളുടെ കൂടെ ആ
അതിൻ്റെ പങ്കാളിയെ ഇറക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തു, മക്കൾ പ്രാർത്ഥിച്ചുകൊണ്ട് പോകും, എൻ്റെ കൂടെ എൻ്റെ പങ്കാളിയെ ഇറക്കിക്കൊണ്ട് വരാൻ അമ്മ സഹായിക്കണേന്ന്. അതുപോലെ അമ്മ സഹായിച്ചു കൊടുത്തു. ആ മകളുടെ കൂടെ പങ്കാളിയെ ഇറക്കി വിട്ട് അടൂർ കോടതി വന്ന് ഇന്നും കൊണ്ട് എന്നെ വിളിച്ച്, ചേച്ചി ഒന്ന് ഓടി വന്നേ ഇവിടെ വരെ, അവിടെ ചെല്ലി ഞാൻ പത്രം കൊടുത്ത്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ മക്കളെ? എൻ്റെ ചേട്ടായി ഇറക്കി വിട്ട് എൻ്റെ കൂടെ വന്ന് ചേച്ചി പറഞ്ഞതുപോലെ അമ്മ വന്ന് ഇറക്കി തന്ന്, ചേച്ചിക്ക് ചേട്ടായി ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ എളുപ്പം നിപ്പിലൊരു ചുരിദാറും എടുത്തിട്ടും കൊണ്ട് എൻ്റെ വണ്ടി എടുത്തും കൊണ്ട് ഞാൻ ഓടിപ്പോയി. അവിടെ ചെന്നപ്പോൾ എന്നെ കാത്തു നിൽക്കുന്നു. ഞാൻ വണ്ടി ഓട്ടോറിക്ഷ പിടിച്ച് അവരുടെ വീട്ടിൽ കൊണ്ടാക്കി. അവർക്ക് വേണ്ട സാധനങ്ങൾ മേടിക്കാൻ ഞാൻ കാശും കൊടുത്തു. ആ കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ല, ജയിലിൽ കിടന്ന മകൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ല, അവർക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു നിവൃത്തിയില്ല. എൻ്റെ ദൈവം തമ്പുരാൻ തരുന്ന ദാനമാണ് ഇന്ന് ഞാൻ ദാനം കൊടുക്കുന്നത്. എൻ്റെ അക്കൗണ്ട് കാലിയാക്കാൻ എൻ്റെ അമ്മ അനുവദിക്കത്തില്ല. കാരണം 100 വന്നാൽ 200 കൊടുക്കാൻ ഞാൻ സന്നദ്ധരാണ്. പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെയാണ് ഞാൻ ജോലി ചെയ്തില്ലെങ്കിലും എനിക്ക് കൊടുക്കാൻ എൻ്റെ അമ്മ തരുന്നത്. എൻ്റെ അമ്മ മാതാവ് ഇതുപോലെ വലിയ വലിയ അനുഗ്രഹങ്ങളാണ് എൻ്റെ പത്രം കൊടുക്കുന്നതിലൂടെയും എൻ്റെ പ്രേക്ഷപ്രവർത്തനത്തിലും എല്ലാം എനിക്ക് തന്ന് എന്നെ സഹായിക്കുന്നത്. പിന്നെ വായിക്കുന്നത് ഞങ്ങൾ ഗ്രൂപ്പുണ്ട്, അഖണ്ഡ ജപമാല. കഴിഞ്ഞ വർഷം ഞാൻ ഒറ്റയ്ക്കായിരുന്നു, ഇവിടെ ഗ്രൂപ്പ് ഇല്ലാതായിരുന്നു വന്ന്. ഈ വർഷം ഞാൻ അമ്മയോട് ഇരുന്ന് പ്രാർത്ഥിച്ചു, അമ്മേ ഗ്രൂപ്പ് കൂട്ടിത്തരണം, ഞങ്ങൾക്കൊരു 10 പേരെ തരണം, കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനും രോഗികളെ കാണാൻ പോകാനും പ്രേക്ഷക വേലത്തിനും എല്ലാത്തിനും ഞങ്ങൾക്ക് കൂട്ടുകൂടി തരണം. അമ്മ എനിക്ക് ഈ പുതുവർഷത്തിൽ ഞങ്ങൾക്ക് 10 പേരെ തന്ന് ഈ 10 പേരും കൂടെ ഒരുമയോടിരുന്ന് ഞങ്ങൾ കൂട്ടായ്മ കൂടി. ഇന്നലെ മെനങ്ങാന്ന് എൻ്റെ വീട്ടിലായിരുന്നു 1 മാസം കൊണ്ട് ജപമാല ഇരുന്നത്. കൂട്ടായ്മ കൂടി പ്രാർത്ഥിച്ച് ഇന്നലെ ഞാൻ വേറൊരു മകൾക്ക് കൊണ്ട് കൊടുത്തു. ഇനി ആ മകളുടെ വീട്ടിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കൂട്ടായ്മ കൂട്ടി തന്ന് അഖണ്ഡ ജപമാലയിലെല്ലാം ഞങ്ങളെ വർത്തിത്തന്ന് ഞങ്ങൾ ഈ വർഷവും ഇനി ഞങ്ങൾ ഗ്രൂപ്പായിട്ട് പിന്നെ എല്ലാവരും ഡ്രസ്സുകൾ എടുത്ത് ഞങ്ങൾ കൂട്ടുമയോടെ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ. ഈ വർഷവും ഞങ്ങൾ ആ ജപമാല ഇവിടെ കൊണ്ടുവച്ച് പ്രാർത്ഥിക്കാൻ എൻ്റെ അമ്മ അനുഗ്രഹിച്ചു. എൻ്റെ വീട്ടിൽ ഞാൻ 9 പ്രാവശ്യം ചൊല്ലി ജപമാല. അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും തന്ന് എൻ്റെ അമ്മ മാതാവ് എന്നെ ഇത്രത്തോളം എൻ്റെ നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം തിരികെ തന്ന് എൻ്റെ രോഗസൗഖ്യം തന്ന് എൻ്റെ അമ്മ മാതാവ് ഈ അൾത്താരയിൽ എന്നെ 2ാമതും സാക്ഷിയാക്കി തന്നതിനും ഞാൻ 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഇനി അമ്മയുടെ ഒരു സാക്ഷിയാക്കി എന്നെ ജീവിക്കാൻ അനുവദിക്കണമേ, അമ്മ സഹായിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചും കൊണ്ടും ഞാൻ അമ്മയ്ക്കും എൻ്റെ യേശുവപ്പായ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി ഇവിടെ നിർത്തുന്നു. നന്ദി, സ്തുതി, മഹത്വം. വിളിക്കും മുൻപ് ഞാൻ അവർക്ക് ഉത്തരം അരുളും, പ്രാർത്ഥിച്ച് തീരും മുൻപ് ഞാനത് കേൾക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 65-ാം അധ്യായം 24-ാം വചനമാണ്. അനുദപിച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി ജീവിതം ഭക്തിയോടെ നയിച്ചപ്പോഴാണ് ഈ മകൾക്ക് സഹോദരനുമായിട്ട് രമ്യപ്പെടാനുള്ള ഒരാഗ്രഹം മനസ്സിൽ വന്നത്. 25-ാം തീയതി ഡിസംബർ ഈശോയുടെ ജന്മദിനത്തിൽ ഈ മകൾ 5 വർഷം മുൻപ് കരുതി വച്ചിരുന്ന വിവാഹത്തിന് ഷെയർ ഉണ്ടായിരുന്ന ആ ഡ്രസ്സായിട്ടാണ് ഈ മകൾ പ്രാർത്ഥിച്ച് തൻ്റെ സഹോദരനെ കാണുവാനായിട്ട് പോയത്. ഈശോയുടെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടാണ് ഈ മകൾ അത് ആഗ്രഹിച്ചത്. അതുപോലെ തന്നെയാണ് സഹോദരൻ്റെ ഭാഗത്തുമുള്ള സഹകരണവും അങ്ങനെ തന്നെയായിരുന്നു. രണ്ടുപേരും രമ്യപ്പെടുകയും കൂടുതൽ സ്നേഹത്തോടെയും കൂടുതൽ ദൈവസ്നേഹത്തോടെയും വളരുവാനും ഇപ്പോഴവർക്ക് സാധിക്കുന്നു. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ മാത്രം കാണാവുന്നതാണ്. ഉടമ്പടി ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും സഹിക്കാനും സഹകരിക്കുവാനും സഹോദരങ്ങളുടെ കൂടെ ഒന്നിച്ച് ജീവിക്കുവാനും ദൈവസ്നേഹത്തിൽ വളരുവാനുമുള്ള ഒരു അനുഗ്രഹം ഈശോയും അമ്മയും നമുക്ക് നൽകുന്നത് ഉടമ്പടി ജീവിതത്തിലൂടെയാണ്. ഈശോയോട് കൂടുതൽ എടുക്കുമ്പോൾ നമ്മൾക്ക് അവരോട് കൂടെ ചേർന്ന് പോകുവാനുള്ള അനുഗ്രഹം നൽകുന്നു. പിന്നീടുണ്ടായിരുന്ന വണ്ടി അപകടമായിരുന്നു. അവിടെയും ഈശോയുടെ അമ്മയുടെ സംരക്ഷണമാണ്. നാട്ടുകാർ കൂടുതലും കൂടിയപ്പോഴും അവിടെയും ഈ മകളെ സംരക്ഷിച്ചത് സ്വന്തം കരങ്ങളിൽ ചേർത്ത് പിടിച്ച ഈശോയും അമ്മയുമാണ്. ഈ മകള് അനുഭവിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് അവിടെ എല്ലാം അമ്മയുടെ കൂടെ നിൽക്കുമ്പോൾ, അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ അമ്മ നമ്മുടെ കൂടെ നിൽക്കുന്ന സഞ്ചാരി മാതാവാണെന്നാണ് ഈ മകൾ പറഞ്ഞത്. സഞ്ചാരി മാതാവ് എപ്പോഴും നമുക്കൊരു പ്രൊട്ടക്ഷനാണ്, ഒരു സംരക്ഷണമാണ്.
അതൊരു ഹൈവേ ആയിരുന്നു. എപ്പോഴും ഏത് സമയത്ത് എന്ത് വേണേലും സംഭവിക്കാവുന്ന ഒരു സാഹചര്യത്തിലാണ് ഈശോയും അമ്മയും ഈ മകളോട് ആ തക്ക സമയത്ത് നമ്മുടെ കാര്യത്തിൽ ഇടപെടുന്നുള്ളത്. ഉടമ്പടി മക്കളുടെ കാര്യത്തിൽ എപ്പോഴും ഈ മകൾ പറഞ്ഞ കാശ് രൂപമാണ് എപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരുന്നതെന്നാണ്. ആ കാശ് രൂപമായിരിക്കും ഒരുപക്ഷെ അന്നും ആ മകളോട് പറഞ്ഞത്, നീ വലത്തോട്ട് തിരിയെന്ന്. വണ്ടി നിയന്ത്രണമില്ലാതെ പോകുന്ന നേരത്തും ആ സ്വരം ശ്രവിക്കാനുള്ള ആ കഴിവ് നൽകിയത് ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ്. അന്നേരം ആ മകൾ വലത്തോട്ട് ചിരിക്കുകയും ഗേറ്റിനോട് ചെന്നിടിക്കുകയും എല്ലാം ചെയ്തതും ഈശോയുടെ അമ്മയും കൂടെയുള്ള ഒരു സാന്നിധ്യത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ഒരു വലിയൊരു സാക്ഷ്യമാണ്. പിന്നീട് ഈ മകൾ പറഞ്ഞ പ്രേക്ഷിത പ്രവർത്തനമാണ്. കോടതികളിൽ നീതി കിട്ടാത്തവർക്ക് നീതി കിട്ടുവാനായിട്ട് ഒരു വലിയൊരു പ്രവർത്തനമാണ് ഈ മകൾ ചെയ്യുന്നത്. കോടതി തോറും മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു സന്മനസ്സും. വൃദ്ധാമന്ദിരത്തിൽ പോയി കുളിപ്പിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഈ മകൾക്ക് തന്നെ ഒരു വലിയൊരു ആസ്തിയുണ്ട്, കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഒരു ആസ്തി. ഈശോയെ കൂടുതൽ അറിയിക്കാനും മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനും ഈശോയും അമ്മയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനുഗ്രഹങ്ങളെപ്പറ്റി മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാനുമുള്ള ആഗ്രഹം അതൊരു വലിയ ആസ്തിയാണ്. ഈ ആസ്തിയിൽ നിന്നാണ് ഈ മകൾ കിട്ടുന്ന അനുഗ്രഹങ്ങളെല്ലാം. ഒരു വിശ്വാസത്തിൻ്റെ ഒരാസ്തി, ഒരു സ്നേഹത്തിൻ്റെ ഒരാസ്തി, ദൈവസ്നേഹത്തിനെയും മറ്റുള്ളവരെ സ്നേഹിക്കാനുമുള്ള ഒരാസ്തി ഉടമ്പടി ജീവിതത്തിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോഴാണ് ആത്മീയമായ ഒരു ജീവിതം, ആത്മീയമായ ഒരു ആസ്തി, എന്തും തരണം ചെയ്യാനുള്ള ഒരു വിശ്വാസം, ഒന്നിനും ഭയപ്പെടാതെ മുന്നോട്ട് ജീവിക്കുവാനുള്ള ഒരു കരുത്ത്, ഇതെല്ലാം ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ മാത്രം കാണാവുന്നതാണ്. ഈ മകള് പല പ്രാവശ്യം പറഞ്ഞു, നീതി കിട്ടാത്തവർക്ക് നീതി കിട്ടുവാനായിട്ടാണ് കോടതികളിൽ കയറി ഇറങ്ങിയത്. അതുപോലെ തന്നെയാണ് ഒരു സാക്ഷ്യം പങ്കുവച്ചതും മറ്റുള്ളവരുടെ ഒരു മകളുടെ ജീവിതത്തിൽ നൽകിയ ഒരു ജീവിതത്തിൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഈ മകളിവിടെ ഷെയർ ചെയ്തത്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ വിചാരിക്കാം, നമ്മുടെ വിളി കേൾക്കുന്നുണ്ടോ ദൈവമേ, ഞാനിവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു, ഉടമ്പടി എടുക്കുന്നു, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പലപ്പോഴും നമ്മൾ വിചാരിക്കാം. പക്ഷേ ഈ മകളുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്, വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരം വരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. പ്രാർത്ഥിച്ച് തീരും മുൻപേ കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളതെന്ന് നമുക്കും വിശ്വസിക്കാം, ഉറച്ചു വിശ്വസിക്കാം. അമ്മ നമ്മുടെ കൂടെയും നമ്മുടെ കരം പിടിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ നമ്മുടെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ ഭാഗത്തു നിന്നും വിശ്വാസത്തോടെ ഭക്തിയോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കട്ടെ. രാജമ്മയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ നന്ദി. ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.